ഹലോ ഗായ്സ്, വെൽക്കം ടു ഇറ്റ്സ് മീ വിസ്. ഞങ്ങൾ പ്ലാനറ്റോറിയത്തിൽ പോയിടത്താണ് ലാസ്റ്റ് സ്റ്റോപ്പ് ചെയ്തത്. ആ ഫസ്റ്റ് കാണിച്ചതാണ് പ്ലാനറ്റേറിയം ഷോൻ്റെ സെറ്റപ്പ്. നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ 3D ഷോ കയറി, 3D ഗ്ലാസ് കിട്ടി, ഞങ്ങൾ രണ്ടാളും കൂടി ഇരിക്കുകയാണ്. കുട്ടികൾക്കൊക്കെ കാണാൻ പറ്റിയ തരത്തിലുള്ളൊരു ഷോ, അത്രേ ഉള്ളൂ, വലിയ കാര്യമായിട്ടൊന്നുമില്ല. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി സയൻസ് സെൻറ്ററിലേക്ക് കയറി. അവിടെ നമ്മൾ ഫസ്റ്റ് കണ്ടത് സോളാർ സിസ്റ്റം, ഗലീലിയോ, കുറേ ഇൻസ്ട്രുമെൻറ്റ്സ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. നമുക്ക് സയൻസ് റിലേറ്റഡ് ആയിട്ട് പഠിക്കാൻ പറ്റിയ കുറേ കാര്യങ്ങളുണ്ട്. കാരണം മൂൺ, ടൈഡ്സ്, എങ്ങനെയാണ് നമുക്ക് ടൈഡ്സ് ഉണ്ടാകുന്നത്, പിന്നെ ആ ഫുൾ ഹോൾ ഒരു സോളാർ സിസ്റ്റം സെറ്റപ്പിലാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെയിറ്റ് ആണ്. ആ വെയിറ്റ് നമ്മൾ എല്ലാ പ്ലാനറ്റിലും മൂണിലും നമുക്ക് നമ്മുടെ വെയിറ്റ് എത്രയാണെന്ന് അറിയാൻ പറ്റുന്ന ഒരു സെറ്റപ്പായിരുന്നു അത്. അത് കഴിഞ്ഞിട്ട് ആസ്ട്രോയിഡ്സ്, മീട്രോയിഡ്സ്, അതിൻ്റെ കുറേ കാര്യങ്ങൾ, പ്ലാനറ്റ്സിൻ്റെ തന്നെ കുറേ സയൻറ്റിഫിക് കാര്യങ്ങൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് പൊസിഷനിൽ നിന്ന് നമ്മൾ ആ എയർക്രാഫ്റ്റിനെ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ആ എയർക്രാഫ്റ്റിൽ പോകുന്നൊരു ഫീൽ കിട്ടും. പിന്നെ നമുക്കവിടെ വാട്ടർ സൈക്കിൾ ഉണ്ടായിരുന്നു, മാംഗ്രോവ് ഫോറസ്റ്റ്, അതിൻ്റെ യൂസസ്, പിന്നെ നമ്മുടെ കോഴിക്കോട് ബീച്ച്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ സെറ്റപ്പ്. ഇത് വേറൊരു സ്ഥലത്താണ്, ലൈക്ക് എക്വാ വേൾഡ്, അടുത്തതായിട്ടുള്ള എക്വാ വേൾഡാണ്. എക്വാ വേൾഡിൽ വന്നിട്ടുള്ളത് ലൈവ് ഫിഷിന് കുറേ എക്വാറിയം ഉണ്ടായിരുന്നു, കുറേ ടൈപ്പ് ഓഫ് മീൻ ഉണ്ടായിരുന്നു. എനിക്ക് എല്ലാത്തിനെയൊന്നും വലിയ കാര്യമായിട്ട് അറിയില്ല. ഈ സെറ്റപ്പ് നല്ല രസമുണ്ടായിരുന്നു, അതും മീനിൻ്റെ തന്നെയാന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. ആദ്യത്തത് ഷാഡോ, കളർഫുൾ ഷാഡോ ആയിരുന്നു. ഇത് നെയിൽ ബെഡാണ്, ഫുൾ ആണിയാണ്, അവിടെ കിടന്നാൽ നമുക്കൊന്നും ആവില്ല. ഈ സാധനം അടിപൊളിയായിരുന്നു കേട്ടോ. അത് നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു കറക്കമൊന്നല്ല. അതിൽ കറങ്ങിയാൽ നമ്മൾ ഏതൊക്കെയോ ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് കറങ്ങുന്നൊരു ഫീലാണ്. അതിലെന്താ അനിയത്തിൻ്റെ ലൈവ് സൗണ്ട് ഉള്ള കറക്കം ഞാൻ കേൾപ്പിച്ചുതരാം. അവൾ ഫുള്ള് വയ്യാണ്ടായി അവൾക്ക്. ലാസ്റ്റ് അവൾ നിർത്തുന്നൊക്കെ പറഞ്ഞാതെ ഞാൻ നിർത്തി കൊടുത്തത്. നമ്മൾ അതിൽ നിന്ന് ഇറങ്ങിയിട്ട് മിറർ മാജിക്കിലേക്കാണ് കയറിയത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മിററിൽ നമ്മളെങ്ങനെയാണ് കാണാനുണ്ടാവുക എന്നൊക്കെ. അവിടെ ശരിക്കും പറഞ്ഞാൽ വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെ കേട്ടോ. എല്ലാം അടിപൊളിയാണ്. ഇങ്ങനത്തെ കുറേ മിറർ ഇമേജസ്, അതൊരു മിറർ റൂമാണ്. അവിടെ കുറേ ടൈപ്പ് ഓഫ് മിറർ വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അതവിടെ പോയി എക്സ്പീരിയൻസ് ചെയ്യുക. ഇതൊരു ഇൻഫിനിറ്റി വാളാണ്, നമുക്ക് ഫുൾ ഡൗൺ വരെ കാണുന്ന പോലെ. ഇതൊരു മിറർ മാജിക്കാണ്. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ നമ്മളെ ബാക്ക് സൈഡും മിററിൽ കാണും. അങ്ങനെ ഞങ്ങൾ 1-2 മിറർ സെൽഫീസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇതൊരു ഇൻഫിനിറ്റ് ട്രെയിനാണ്, രണ്ടു ഭാഗത്ത് നോക്കിയാലും കാണാം കേട്ടോ ട്രെയിൻ ഫുള്ള്. ഇതാണ് മിറർ മെയ്സ്. അതിൻ്റെ ഉള്ളിൽ കയറി എല്ലാ സ്ഥലത്തും മിറർ. അതിൻ്റെ ഉള്ളിൽ കയറി പുറത്തിറങ്ങണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. വലിയ കഷ്ടപ്പാടൊന്നുമില്ല, കാരണം കുട്ടികളൊക്കെ വരുന്നതിനെ കൊണ്ട് കുറച്ച് സിംപ്ലിഫൈ ചെയ്തിട്ട് അവരാക്കിയേക്കുന്നത്. അങ്ങനെ ഇതിലും കൂടുതൽ കാഴ്ച അതിൻ്റെ ഉള്ളിലുണ്ട്. എല്ലാവരും ഒന്ന് പോയി തന്നെ അത് കാണുക. ഇതാണ് ഈ പ്ലാനറ്റോറിയത്തിൻ്റെ ഫ്രണ്ട് സൈഡ് വ്യൂ. അപ്പോൾ ഇന്നത്തേക്ക് അത്ര